ഇന്ന് ഡിസംബർ 5. ഡിസംബർ 4-നാണ് നമ്മൾ ഇന്ത്യൻ നേവി ഡേ ആഘോഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ പറ്റും. ഇന്നലെയായിരുന്നു ഇന്ത്യൻ നേവി ഡേ. എന്താണ് ഇന്ത്യൻ നേവി ഡേയുടെ പിന്നിലുള്ള സ്റ്റോറി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. അതായത് 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാനിലെ കറാച്ചിയിലെ ഹാർബർ നമ്മുടെ നേവി നശിപ്പിക്കുകയുണ്ടായി. പാകിസ്ഥാൻ ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടല്ല, ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി പാകിസ്ഥാൻ ഒരു പ്ലാൻ എടുക്കുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് അവരുടെ ഫ്യുവൽ ശേഖരം നശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ കറാച്ചിയിലെ ഹാർബർ നശിപ്പിക്കുന്നത്. അതിന് പിന്നിൽ SM നന്ദ എന്നറിയപ്പെടുന്ന മാസ്റ്റർ മൈൻഡാണ്. അതല്ല ഇന്നത്തെ നമ്മുടെ വിഷയം. 2025 ഇന്നലെ നമ്മൾ ഇന്ത്യൻ നേവിയുടെ ആഘോഷിക്കുന്നുണ്ടായിരുന്നു. അത് ശംഖുമുഖത്ത് INS വിക്രാന്തിൽ നിന്നും MiG-29K എന്ന് പറയുന്ന നമ്മുടെ ഫൈറ്റർ പറന്നു നിന്ന കാഴ്ച ഒരുപാട് പേര് കണ്ടിരുന്നു. എനിക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പക്ഷെ ഞാൻ പറയുന്നു, അത് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള വീഡിയോകൾ കാണുമ്പോൾ അതിനേക്കാളും ഭാഗ്യമുണ്ടായിരുന്നു, നേരിട്ട് കാണുന്നതിനേക്കാൾ ഭാഗ്യം. അതിൻ്റെ കാരണം വേറൊന്നല്ല, പറന്നു വന്നുന്ന കാഴ്ച പലരും കണ്ടിട്ടുണ്ടാവും. അത് സൂര്യനെ ക്രോസ് ചെയ്ത് പോകുന്ന കാഴ്ചയും കണ്ടിട്ടുണ്ടാവും. പക്ഷേ അത് പകർത്തിയെടുത്ത ചില വീഡിയോഗ്രാഫേഴ്സിന് അവർ പോലും അറിയാതൊരു ഭാഗ്യമുണ്ടായി. അതാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടത്. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള വീഡിയോസ് തന്നെയാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു പോയൊരു സാധനം ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പക്ഷേ നിങ്ങളതിനെ വല്ലാതെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവില്ല. അതായത് സൂര്യനെ അത് കടന്നു പോകുമ്പോൾ, നമ്മുടെ MiG കടന്നു പോകുമ്പോൾ ഒരു മൊമെൻറ്റിൽ സൂര്യൻ്റെ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പേ സൂര്യൻ്റെ കുറച്ച് ഭാഗങ്ങൾ അതിലേക്ക് അട്രാക്റ്റ് ആവുന്നത് പോലെയും, അത് സൂര്യനെ കടന്ന് പോകുമ്പോൾ സൂര്യൻ്റെ കുറച്ച് ഭാഗങ്ങൾ അതിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിട്ട് സൂര്യനിലേക്ക് തിരിച്ച് ഒരു ഗ്രാവിറ്റേഷൻ പുൾ കൊണ്ട് വന്ന് വീഴുന്നത് പോലെയും നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് അത് തോന്നി. ഞാൻ അതിൻ്റെ കമൻറ്റ് ബോക്സുകൾ മുഴുവൻ ശ്രദ്ധിച്ചു. ഇത്തരം വീഡിയോസിൻ്റെ ഫുൾ കമൻറ്റ് ബോക്സ് ഞാൻ ശ്രദ്ധിച്ചു. പക്ഷെ ആരും അങ്ങനെ ഒരു വിഷ്വൽ എഫക്റ്റിനെ കുറിച്ചിട്ട് അതിൽ സംസാരിച്ച് കണ്ടില്ല. മേ ബി ഒരുപാട് പേര് ചിലപ്പോൾ അത് ആരോ ചെയ്തിട്ടുള്ള ഒരു ആഡ് ഓൺ ആയിരിക്കും, അല്ലെങ്കിൽ എഫക്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ അത് ചിലപ്പോൾ സൂര്യൻ്റെ ഉള്ളിൽ കൂടെ കടന്നുപോയെന്ന് വിചാരിക്കുക, അത് നോർമലാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സൂര്യൻ്റെ മുകളിലൂടെ ഒരാൾ ചാടുന്ന ഒരു ചിത്രം. അത് ടെലസ്കോപ്പിക് ലെൻസ് വെച്ചിട്ട് ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തു. അത് വൈറലായി. അത് ഏറ്റവും മനോഹരമായ ചിത്രങ്ങളിൽ ഒന്ന് എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടു. ആ വീഡിയോ ഒക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ അത് AI ആണെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി അതല്ല, റിയാലിറ്റി എന്താണെന്നുള്ളത് കുറച്ച് അന്വേഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ എഫക്റ്റ് ആണോ അല്ലെങ്കിൽ നമുക്ക് തോന്നിയതാണോ എന്നുള്ളത് അറിയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, നേരിട്ട് കണ്ട കുറച്ച് പേരോട് ഞാൻ ഈ സാധനം ഷെയർ ചെയ്തു. അതായത് ശംഖുമുഖത്ത് എന്നിട്ട് ഈ ഒരു ഡെമോൺസ്ട്രേഷൻ നേരിട്ട് കണ്ട ആളുകൾ, അവരൊന്നും അങ്ങനെ ഒരു വിഷ്വല് കണ്ടിട്ടില്ല. പക്ഷേ ക്യാമറയിൽ അത് ക്യാപ്ചർ ആയിട്ടുണ്ട്. അതെന്തുകൊണ്ട്? പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം കണ്ടു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പിന്നാലെ പോയി പല പുസ്തകങ്ങൾ വായിച്ച് പല ആളുകളോട് സംസാരിച്ച് അങ്ങനെ പോകണം. ഇപ്പം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പ്രത്യേകിച്ചും ChatGPT നമ്മുടെ കയ്യിലുണ്ട്, ജെമിനി നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ഒരുപാട് ഉത്തരങ്ങൾ കിട്ടും. സോ ഞാനത് വെച്ചിട്ട് ഒബ്സർവ് ചെയ്തു. ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ, ഞാൻ ആദ്യം കമൻസിലെ കുറച്ച് ആൾക്കാർ, ഞാൻ ഈ വിഷയം ഷെയർ ചെയ്തപ്പോൾ, എൻ്റെ ഒരു സുഹൃത്തുക്കളിലേക്ക് ഞാൻ ഈ വിഷയം ഷെയർ ചെയ്തപ്പോൾ പല ആൾക്കാരും വിശ്വസിച്ചത് അത് സൂര്യൻ്റെ ഭാഗം തന്നെയാണെന്നാണ്. അവരെന്തുകൊണ്ടാണ് അത് അങ്ങനെ വിശ്വസിച്ചതെന്നും അവർക്ക് എങ്ങനെ അത് വിശ്വസിക്കാൻ പറ്റുന്നുള്ളത് എനിക്കറിയില്ല. കാരണം അത്രയും കുലങ്കഷമായിട്ട് ചിന്തിക്കേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, ശംഖുമുഖം എന്ന് പറയുന്നത് സൂര്യനിൽ നിന്ന് എത്രയോ വിട്ട് കിടക്കുന്നൊരു സ്ഥലമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മളൊരു ഡെമോൺസ്ട്രേഷൻ നടത്തുന്നതുകൊണ്ട് സൂര്യനെ അത് ബാധിക്കുന്ന പോലും ഉണ്ടാവില്ല. എന്നിട്ട് പോലും അത് അത്രയും ഉയരത്ത് പോകുന്നത് കൊണ്ട് സൂര്യനെ ബാധിച്ചു എന്ന് പറയുന്ന ആൾക്കാരുടെ മൈൻഡ് എനിക്ക് മനസ്സിലാവുന്നില്ല. പോട്ടെ, അത് വിട്ടേക്ക്. അവരെ സംബന്ധിച്ചിട്ട് അവരുടെ വിഷയം അതല്ല. അവർ കാണുന്നു, ഓക്കെ, എൻജോയ് ചെയ്യുന്നു, തിരിച്ചു വിടുന്നു. പക്ഷേ വേറെ ചില ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അറിയാം, നമ്മൾ എന്തായാലും ഒരു ഡെമോൺസ്ട്രേഷൻ കാണുന്നത് നമുക്ക് ഈ സാധനം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. സോ ഒരു കൂട്ടം ആളുകൾ കടപ്പുറത്തിരുന്ന് കാണുന്നു എന്നുള്ളത് ഇതിൻ്റെ പൈലറ്റിന് അറിയുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സ്പെക്റ്റീവ് ഓക്കെ ആവുമ്പോൾ, അതായത് സൂര്യനും നമ്മളും ഒരേ ലൈനിലാവുന്ന മൊമെൻറ്റിൽ
ഇയാളൊരു പുക വിടും അത്ര. എത്രത്തോളം ഫണ്ണിയാന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഒരാൾ പുക വിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം. കാരണം അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വസ്തു പിന്നിൽ നിൽക്കുമ്പോൾ അതുമായിട്ട് മെർജ് ചെയ്തിട്ടുള്ള ഒരു മൾട്ടിപ്ലൈ എഫക്റ്റ് ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷെ അങ്ങനെ ഒരു പുക പോയിട്ടുണ്ടോ? ഞാൻ അവിടെ നേരിട്ട് ചെന്ന ആൾക്കാരോട് ചോദിച്ചു, അങ്ങനെ ഒരു പുക അത് വിട്ടിട്ടില്ല. ഞാൻ അതേപോലെ തന്നെ പല വീഡിയോസും കണ്ടു. അതായത് എല്ലാ വീഡിയോസിലും ഈ ഒരു ബൂം എഫക്റ്റ് ഇല്ല. അതെന്തുകൊണ്ട്? അതായത് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലെൻസ് ഫ്ലെയർ അല്ലെങ്കിൽ ബ്ലൂമിങ് എഫക്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ChatGPT പറയുന്നതാണ് ബ്ലൂമിങ് എഫക്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. അതിന് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വിഷ്വലി ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഡിജിറ്റലി ആണ്. ഡിജിറ്റലി ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു വിഷ്വലാണത്. അതേസമയം അത് ഡിജിറ്റൽ സൂം കൂടി ചെയ്തിട്ടുണ്ടാവണം. ശരിയാണ്, സൂം ചെയ്തിട്ടുള്ള വീഡിയോസിലാണ് ഈ ഒരു എഫക്റ്റ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. അങ്ങനെ ഡിജിറ്റലി സൂം ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഡിവൈസിന് സംഭവിക്കുന്ന ഓട്ടോമാറ്റിക് എക്സ്പോഷർ ചേഞ്ച് കാരണമാണ് ഇത്തരത്തിലുള്ള ഒരു ബ്ലൂമിങ് എഫക്റ്റ് ഉണ്ടാവുന്നത് എന്ന് ChatGPT പറയുന്നു. അതേപോലെ തന്നെ ഇതെന്തുകൊണ്ട് ഇത്രയും ഡ്രമാറ്റിക് ആയിട്ട് നമുക്ക് തോന്നുന്നു എന്ന് പറയുന്നതിന് ChatGPT പറയുന്നത് അതിൻ്റെ ടൈമിങ്ങും അതിൻ്റെ ആംഗിളുമാണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഫീലിംഗ് ഉണ്ടാകാനുള്ള കാരണം. ശരിയാണ്, ഇത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ആയിട്ടുള്ള ചില വീഡിയോകളിൽ മാത്രം നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു എഫക്റ്റാണ്. അതല്ലാതെ ഈ പറന്നു പൊന്തിയ നമ്മുടെ ഈ എയർക്രാഫ്റ്റിന് സൂര്യനുമായിട്ട് ഒരു ബന്ധമില്ല. സൂര്യൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അങ്ങനെ ഒരു സാധനം പറന്നു പൊന്തി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യനിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ച് ആണെന്ന് പറയുന്ന ഒരു ചെറിയ ശതമാനം ആളുകളുണ്ടാവും. അങ്ങനെ ഒരു സാധനം അല്ല ഇത് സൂര്യൻ അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ളൊരു വസ്തു ബാക്കിൽ നിൽക്കുന്നത് കൊണ്ടും അതിനെ നമ്മൾ ഇവിടെ നിന്ന് കാണുന്നതുകൊണ്ടും, കാണുന്നതല്ല പ്രശ്നം, കാരണം കണ്ട ആളുകൾക്കൊന്നും ഈ ഒരു എഫക്റ്റ് ഉണ്ടായിട്ടില്ല. പക്ഷെ അതിനെ നമ്മൾ ഫോണിൽ ഷൂട്ട് ചെയ്തു, പ്രത്യേകിച്ചും ഐഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു എഫക്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നു. എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടോമാറ്റിക് എക്സ്പോഷർ, പിന്നെ അതേപോലെ തന്നെ എല്ലാ ആംഗിളിലും ഈ സാധനമില്ല. ചില ആംഗിളിൽ സൂര്യനെ പോലും കാണാനില്ല. എന്നാൽ സൂര്യൻ ഒരു സ്ഥലത്ത് നിൽക്കുന്നു, ഈ ഒരു എയർക്രാഫ്റ്റ് പറന്നിങ്ങനെ പൊന്തുന്ന സൂര്യനിലേക്ക് കടന്നു പോകുമ്പോൾ മാത്രമാണ് നമുക്കിങ്ങനെ ഒരു വിഷ്വൽ തോന്നുന്നത്. അത് കാണുന്നവർക്ക് തോന്നിയിട്ടില്ല, ആ വീഡിയോയിൽ മാത്രം. എനിക്ക് തോന്നുന്നു വീഡിയോ ഷൂട്ട് ചെയ്ത ആൾ വീണ്ടും ആ വീഡിയോ കാണുമ്പോൾ മാത്രമാണ് ഈ ഒരു എഫക്റ്റ് ഉണ്ടായത്. ഓക്കെ, സോ ഇങ്ങനൊരു സാധനം കണ്ടപ്പോൾ എനിക്കത് ഷെയർ ചെയ്യണം തോന്നി. ഈ ഒരു വിഷ്വൽ കണ്ട സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ്, എങ്ങനെയായിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള എൻ്റെ ഒരു അറിവില്ലായ്മയാണ് ഈ ഒരു വിഷയത്തിലേക്ക് എന്നെ നയിച്ചത്. ഞാനതിൻ്റെ പിന്നാലെ പോയി. എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഉത്തരമാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. അതാണ് അതിൻ്റെ റിയാലിറ്റി എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് ഉറപ്പുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇതേക്കുറിച്ച് എന്തെങ്കിലും അറിയുമെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, ഇനി അതല്ല നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തിന് ഇതിനേക്കാളും നന്നായിട്ട് അതിൻ്റെ ഉത്തരം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരം എക്സ്പ്ലനേഷൻസ് ഈ വീഡിയോൻ്റെ താഴെ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോ